ഹലോ എവരി വൺ. സോ നമ്മുടെ MTSE സ്റ്റേജ് 2 ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുന്നേയും ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട തിയറികളൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് പോകുന്നുണ്ട്. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ഇൻ ട്രയാങ്കിൾ ABC is equal to AC, angle B is equal to 50 degree, write the measure of angle C. അപ്പോൾ നിങ്ങൾക്കൊരു ട്രയാങ്കിളിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നെയിം കൊടുക്കാം, AB ആൻഡ് C. അപ്പോൾ ഈ ഒരു ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൽ AB-യും AC-യും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. AB-യും AC-യും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, അല്ലേ? ഐസോസെലസ് ട്രയാങ്കിൾ ആകുമ്പം ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആവണം. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ ബിയും ആംഗിൾ സിയും എന്താണ്? ഈക്വൽ ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ആംഗിൾ B 50 ഡിഗ്രി ആണെന്നുള്ള ക്വസ്റ്റ്യനിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ B 50 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സിയും എന്തുതന്നെയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കോംപ്ലിക്കേഷൻസ് ഒന്നും വേണ്ട. കാരണം ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ സ്പെഷ്യാലിറ്റി അറിഞ്ഞാൽ മതി. റെഡി അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 80 സെൻറ്റിമീറ്റർ. ഇഫ് ഇറ്റ്സ് ലെങ്ത് ഈസ് 10 സെൻറ്റിമീറ്റർ മോർ ദാൻ ബ്രെഡ്ത്ത്, വാട്ട് ഈസ് ലെങ്ത്? അപ്പോൾ ഒരു റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ 80 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്തും ആ റെക്ടാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? 40 ആണ് വരിക, അല്ലേ? കാരണം പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈംസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്താ, അല്ലേ? 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണെന്ത് പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്താ. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രം ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പെരിമീറ്ററിൻ്റെ ഹാഫ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് 40 ആയിരിക്കും. സിമ്പിൾ പരിപാടിയാണ്, അല്ലേ? ഇനി എന്താ പറഞ്ഞത്? ലെങ്ത് ഈസ് 10 സെൻറ്റിമീറ്റർ മോർ ദാൻ ബ്രെഡ്ത്ത്. ഓക്കെ, അപ്പോൾ അതിൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രെഡ്ത്തിനേക്കാൾ 10 കൂടുതലാണ്. അപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ B+10 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ലെങ്ത്തിന് പകരം ഞാൻ എന്ത് ചെയ്തു? B+10 എന്നിട്ട് കൊടുത്തു. അപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B+10 ആണ്, നമുക്കറിയാം. ഒരു ബിയും കൂടി ഉണ്ടല്ലേ, B + B = 40 ആണ്. അപ്പോൾ ഈ ബിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2B + 10 = 40 എന്ന് വരും. ആ 10നെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2B = 40 - 10 ആയിട്ട് മാറും, അല്ലേ? ആ 10 അങ്ങോട്ട് പോയാൽ -10 ആയിട്ട് മാറും. സോ 2B = 40 - 10 30 ആണ്. സോ B = 30 / 2 എന്നാണ് വരിക, അല്ലേ? 2 ഇൻറ്റു B ആണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. 30/2 15. ബ്രെഡ്ത്ത് 15 ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത്ത് എത്രയായിരിക്കും? നിങ്ങൾക്കറിയാം, ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരണം? 40 വരണം. അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് 15 ആണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ 40 വരണം. അങ്ങനെയാണെങ്കിൽ ലെങ്ത്ത് = 40 - 15. 40ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 15 സബ്ട്രാക്ട് ചെയ്യുന്നു. എത്രയാണ് ആൻസർ വരിക? എത്ര ആൻസർ വരും? 25. സിമ്പിൾ പരിപാടി അല്ലേ? ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. സോ ഓപ്ഷൻ A 25 ആണ് ലെങ്ത്തിൻ്റെ വാല്യൂ വരിക. റെഡി? യെസ്. ഇനി ഞാനിവിടെ ലെങ്ത്തിന് B+10 സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തുകൊണ്ടാണ് എനിക്കിവിടെ ബിയുടെ വാല്യൂ കിട്ടി. നേരെ മറിച്ച് നിങ്ങൾ B = 10 ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് L-10 ആക്കിയിട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ്ലി ലെങ്ത്തിൻ്റെ വാല്യൂ കിട്ടും. നോ പ്രോബ്ലം. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും സെയിം ആണ്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ, A/B = 3:2, B/C = 5:6, then A/B/C. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പലപ്പോഴും കോമ്പറ്റീവ് എക്സാമുകളിൽ വരുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് A/B = 3:2. ഓക്കെ, പിന്നെ ഉള്ളതാരാ? B/C = B/C = 5:6. ഓക്കെ, ഇനി കാണേണ്ടത് A/B/C ആ. അപ്പോൾ ഇവർ രണ്ട് പേരെ റിലേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും പരിപാടി വേണം. ആ റിലേറ്റ് ചെയ്യാനുള്ള സംഭവമാണ് ആക്ച്വലി B എന്ന് പറയുന്ന ആൾ. കാരണം B രണ്ട് സ്ഥലത്തുണ്ട്. പക്ഷേ B ഇവിടെ 2 ആണ്, ഇവിടെ 5 ആണ്. ഈ രണ്ട് വാല്യൂസ് സെയിം ആയിരുന്നെങ്കിൽ നമുക്ക് ഇവരെ കമ്പൈൻ ചെയ്യായിരുന്നു. അപ്പോൾ ഈ വാല്യൂസ് എങ്ങനെ സെയിം ആക്കുക? സിമ്പിളാണ്. Bയുടെ ഇവിടുത്തെ വാല്യൂ എന്താ? 5. ആ 5 വെച്ചിട്ട് ഇവരെ രണ്ട് പേരെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു റേഷ്യോയിൽ വരുന്ന രണ്ട് ആൾക്കാരെയും ഒരേ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ 3 × 5 രണ്ട് പേരെ എന്ത് ചെയ്യാണ്? ഞാൻ 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ആണ്. രണ്ട് പേരെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 3 × 5 എന്ത് വരും? അപ്പോൾ 15 ഈസ് 2. 2 × 5 എന്ത് വരും? 10. ഇനി
ഇവിടുത്തെ ബിയുടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 2 ആണല്ലോ. ആ 2 വെച്ചിട്ട് ഇവർ രണ്ട് പേരെയും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. രണ്ട് പേരെയും 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ 5 × 2 10 വരും, 6 × 2 എന്ത് വരും 12 വരും. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ എന്താ സംഭവിച്ചത്, ബിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് വാല്യൂസും സെയിം ആയി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അയാളെ റേഷ്യോ ഒക്കെ എഴുതാം. അപ്പോൾ A:B:C എന്ന് പറഞ്ഞാൽ A:B:C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15:10:12 എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് പറയാൻ പറ്റുമെന്ന് പറയാൻ കാരണം, ആദ്യം നമ്മളിവിടെ റിലേറ്റ് ചെയ്യുമ്പോൾ ഇവർ തമ്മിൽ കമ്പയറബിൾ ആവണ്ടേ അല്ലേ. ഒരുമിച്ച് എഴുതണം എന്നുണ്ടെങ്കിൽ ആ ഒരു റേഷ്യോ കീപ്പ് ചെയ്യണം. അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവർ രണ്ടുപേരും സെയിം ആക്കി. കാരണം ഇവർ രണ്ടുപേരുമാണ് രണ്ടിലും കോമൺ, ബി ആണ് രണ്ടിലും കോമൺ ഉള്ളത്. സോ ബിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂസ് രണ്ട് സ്ഥലത്തും സെയിം ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ എയും ബിയും അതുപോലെ തന്നെ സിയെയും കൂടി എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും. സോ അതാണ് ഐഡിയ. റെഡി അല്ലേ. അപ്പോൾ ഇവരുടെ ഈ കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ വാല്യൂസ് സെയിം ആക്കുക എന്നുള്ളതാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. റെഡി അല്ലേ, ഈസി. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോളിഗൺ വിത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് സൈഡ്സ് ഈസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഏറ്റവും മിനിമം നമ്പർ സൈഡുള്ള പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, അത് റെക്ടാങ്കിൾ ആണ് അല്ലേ. റെക്ടാങ്കിൾ എല്ലാവർക്കും അറിയുന്നതാണ്. 3 സൈഡ്സ് ഉള്ള 3 സൈഡ്സ് ആണ് ഏറ്റവും മിനിമം നമ്പർ ഓഫ് സൈഡ്സ് ഉള്ള പോളിഗൺ എന്ന് പറഞ്ഞാൽ. റെഡി, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ. ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഏതൊരു പോളിഗണിൻ്റെയും ഔട്ടർ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് 360 ഡിഗ്രി അല്ലേ. ഏത് പോളിഗൺ ആയിക്കോട്ടെ, ഇന്നർ ആംഗിൾസിൻ്റെ വാല്യൂ പോളിഗൺ മാറുന്നതനുസരിച്ചിട്ട് മാറും, പക്ഷേ ഔട്ടർ ആംഗിൾസിൻ്റെ വാല്യൂ ഓൾവേസ് 360 ഡിഗ്രി. റെഡി, അടുത്ത് x-3 all square is equal to x square plus kx plus 9. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് k? x-3 all square എന്ന് പറയുന്ന ആളുടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. x-3 all square is equal to x square plus kx plus 9 ആണ്. അങ്ങനെയാണെങ്കിൽ x-3 all square നിങ്ങൾക്ക് അറിയാലോ, a-b all square അല്ലെങ്കിൽ x-y all square എക്സ്പാൻഡ് ചെയ്യുന്ന പരിപാടി എന്താണ്, x square minus 2 × x × 3 അല്ലേ. 2 × 3 6 ആണ്, അപ്പോൾ 6x plus 3 square 9 is equal to x square plus kx plus 9 അല്ലേ. റൈറ്റ് സൈഡിലുള്ളത് ക്വസ്റ്റ്യൻ ഒന്നാണ്, ലെഫ്റ്റ് സൈഡിലുള്ളത് നമ്മുടെ a-b all square എക്സ്പാൻഷൻ. ഞാൻ ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതാത്ത ഓൾറെഡി നിങ്ങൾക്ക് അറിയും. നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജൊക്കെ എഴുതി കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത് കൊണ്ടാണ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് പറയാത്തത് കേട്ടോ. a-b all square എന്ന് പറഞ്ഞാൽ a square minus 2ab plus b square അല്ലേ. ഈ ഒരു എക്സ്പാൻഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും എക്സ് സ്ക്വയർ കട്ട് ചെയ്യാം, 9 കട്ട് ചെയ്യാം. ബാക്കി ആരാളുള്ളത്, -6x is equal to kx എന്ന് വരുന്നുണ്ട്. സോ എക്സും എക്സും കട്ട് ചെയ്യാം, ബാക്കിയുള്ളത് -6 is equal to k. സോ കെൻ്റെ വാല്യൂ എന്താണ് വരിക, -6 ആണ്. സിമ്പിൾ. ഞാൻ ഫുൾ സ്റ്റെപ്പ് എഴുതുന്നേ ഉള്ളൂ. ഇത് ലോജിക്കലി അറിയുന്ന ഒരാൾക്ക് ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാം. റെഡി, അടുത്ത് x plus y is equal to 12, x minus y is equal to 5, then x square minus y square is equal to. ഓക്കെ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യനാ. എക്സ് പ്ലസ് വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 12. എക്സ് മൈനസ് വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 5. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് കാണേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സിൻ്റെ വൈയുടെ വാല്യൂ ഇവിടെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ഓക്കെ, അത് ഒരു മെത്തേഡാണ്. അതിനകത്ത് പല രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, എക്സ് പ്ലസ് എക്സ് 2x മൈനസ് വൈ പ്ലസ് വൈ കൂടി ആഡ് ചെയ്താൽ 0 ആയിട്ട് പോകും. 12 + 5 17 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ, 2 അങ്ങോട്ട് പോയാൽ ഡിവിഷൻ ആവും, 17/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, y ഇസ് ഈക്വൽ ടു 12 - x ആണ് അല്ല, എക്സ് അങ്ങോട്ട് കൊണ്ടുപോയാൽ -x വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 12 - 17/2 എന്ന് വരും. സോ 2 × ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്ത് വരും, 2 × 12 24 - 1 × 17 17/1 × 2 2 എന്ന് വരും. 24 17 പോയാൽ 7/2 എന്ന് വരും. അപ്പോൾ വൈയുടെ വാല്യൂ 7/2. ഓക്കെ, ഇത് സിമ്പിൾ പരിപാടിയാണ്. മുന്നേ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ പോലെ. ഇനി ചെയ്യാനുള്ളത് നമുക്ക് കാണാനുള്ളത് x സ്ക്വയർ മൈനസ് വൈ സ്ക്വയറാണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 17/2ൻ്റെ സ്ക്വയർ, അപ്പോൾ 17² സ്ക്വയർ എന്ന് വരും. മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7/2ൻ്റെ സ്ക്വയർ, 7² 2 സ്ക്വയർ എന്ന് വരും. ഇസ് ഈക്വൽ ടു
2 സ്ക്വയർ രണ്ട് സ്ഥലത്തും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് 2 സ്ക്വയർ 4 എന്നുള്ള കോമൺ ഡിനോമിനേറ്റർ കൊടുക്കാം. ഇനി 17ൻ്റെ സ്ക്വയർ അറിയാത്തവർ പെട്ടെന്ന് മൾട്ടിപ്ലൈ നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഓൾറെഡി മൾട്ടിപ്ലിക്കേഷൻ അറിയെങ്കിൽ അല്ലെങ്കിൽ സ്ക്വയേഴ്സിൻ്റെ വാല്യൂസ് അറിയുമെങ്കിൽ ദാറ്റ്സ് ഓൾസോ ഫൈൻ. 7 × 7 49, 4 ഉണ്ടാവും 11, 7 1 289 എന്നുള്ളതാണ് അതിൻ്റെ സ്ക്വയർ വരിക. കൺഫ്യൂഷൻ ഉള്ളവർക്ക് മൾട്ടിപ്ലൈ നോക്കിയാൽ മതി. സോ 289 മൈനസ് 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണ്. സോ 289 49 പോയാൽ ബാക്കി ഉണ്ടാവുക 240/4 എന്ന് വരും. 240/4 നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ ആൻസർ തന്നെ വരിക 60. സോ ഓപ്ഷൻ എ 60 എന്നുള്ളതാണ് ആൻസർ വരിക. സിമ്പിൾ പരിപാടി. ഓക്കെ, ജസ്റ്റ് വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മതി. റെഡി അല്ലേ? യെസ്. അടുത്ത് 2x + 3y ഹോൾ സ്ക്വയർ. ഒന്നുമില്ല, നമ്മുടെ a + b ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ കൊടുക്കുന്ന പരിപാടിയേ ഉള്ളൂ. എന്താ a + b ഹോൾ സ്ക്വയർ? a + b ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ a എന്നുള്ളതിന് പകരം 2x വന്നു, b എന്നുള്ളതിന് പകരം 3y വന്നു. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ a സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 2x സ്ക്വയർ. 2ab എന്ന് പറയുമ്പോൾ 2 × 2x × 3y അല്ല, എക്കും ബിക്കും പകരം 2x ഉം 3y ആ. പ്ലസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3y സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 2x സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. എക്സിൻ്റെ സ്ക്വയർ x സ്ക്വയർ തന്നെയാണ്. അപ്പോൾ 4x സ്ക്വയർ പ്ലസ് 2 × 4 4 × 3 12. അപ്പോൾ 12 നമ്പർ ഇവിടെ ഉണ്ടാവും 12xy പ്ലസ് 3y സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 3യുടെ സ്ക്വയർ 9 ആണ്. സോ 9 × y സ്ക്വയർ എന്ന് പറഞ്ഞാൽ y സ്ക്വയർ തന്നെയാണ്. സോ 9y സ്ക്വയർ. സോ 4x സ്ക്വയർ പ്ലസ് 12xy പ്ലസ് 9y സ്ക്വയർ എന്നുള്ള ആൻസർ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. റെഡി അല്ലേ? സിമ്പിൾ, ജസ്റ്റ് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കേണ്ട പണിയുള്ളൂ, വേറെ ഒന്നും എക്സ്ട്രാ ചെയ്യേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഏർൺഡ് ഓൺ RS 10,000 ആഫ്റ്റർ 2 years അറ്റ് ദ റേറ്റ് ഓഫ് 10% per annual? സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. എന്താ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ? PNR/100 ആണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ കേസിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര രൂപയുടെ പുറത്തുള്ള ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്? 10,000 ആണ്. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ 10,000 ആണ്. ഇൻറ്റു എത്ര ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റാണ് ചോദിച്ചത്? 2 years. അപ്പോൾ n 2 ആണ്. ഇൻറ്റു എത്രയാണ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്? 10%. 10/100. സോ 0 0 0 0 കട്ട് ചെയ്തു. ബാക്കി ആരാളുള്ളത്? 1000 × 2. ദാറ്റ്സ് ഈക്വൽ ടു 2000. ദാറ്റ്സ് ഈക്വൽ ടു 2000. അപ്പോൾ 2000 rupees ആണ് 2 yearsന് 10,000 rupeesന് 10% per annum ആനുവൽ എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടുന്ന എമൗണ്ട്. PNR/100. ഓക്കെ, ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്താൽ മതി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ഇത് സിമ്പിളാണ്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. Among the following statements which is true for a parallelogram? പാരലോഗ്രാമിൻ്റെ കേസിൽ ട്രൂ ആരാണ്? ആംഗിൾസ് ആർ ഈക്വൽ. ട്രൂ ആണോ? അല്ല. കാരണം എന്താ? പാരലോഗ്രാമിൻ്റെ കേസിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ഉള്ളൂ, എല്ലാ ആംഗിൾസും ഈക്വൽ അല്ല. സൈഡ്സ് ആർ ഈക്വൽ. നോട്ട് ട്രൂ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ എന്നേ പറയാൻ പറ്റുള്ളൂ. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ, അത് കറക്റ്റാണ്. ഏതൊരു പാരലോഗ്രാം എടുക്കുകയാണെങ്കിലും ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും. ഡയഗണൽസ് ആർ ഈക്വൽ പറയാൻ പറ്റില്ല അല്ലേ? പാരലോഗ്രാമിൻ്റെ കേസിൽ പോസിബിൾ അല്ല. റെഡി അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റായിട്ട് വരുന്നുള്ളൂ. അടുത്ത് x - y × u - v is equal to. ഇത് മൾട്ടിപ്ലൈ നോക്കിയാൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ആൻസർ ആണ്. ഓരോന്നും 1 by 1 മൾട്ടിപ്ലൈ ചെയ്യുക. x × u എന്ത് വരും? xu. അടുത്ത് x × -v -xv -y × u. അവിടെ മൈനസ് ഉണ്ട്. -y × u -yu -y × -v. ഓക്കെ, രണ്ട് മൈനസ് കൂടി വരുമ്പോൾ എന്തായിട്ട് മാറും? പോസിറ്റീവ് ആവും. സോ +yv. സോ xu - xv - yu + yv എന്നതാണ് വരിക. ഓപ്ഷൻ നിങ്ങൾ നോക്കിയേ. xu - xv - yu + yv. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ബാക്കിയുള്ളതിൽ എന്താ? സൈൻ നിങ്ങൾ നോക്കിയാൽ മതി. സൈനിൽ എന്തുണ്ടാവും? ഡിഫറൻസ് ഉണ്ടാവും. സോ സൈൻ കറക്റ്റ് വന്നിട്ടുള്ളത് ആര് മാത്രമാണ്? ഡി മാത്രമാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ബ്രാക്കറ്റ് പൊളിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് വരുന്നിടത്തും പോസിറ്റീവ് വരുന്നിടത്തും എന്ത് ചെയ്യാൻ പാടില്ല? കൺഫ്യൂഷൻസ് വരാൻ പാടില്ല. സോ x × u xu ആണ്. x × -v -xv ആണ്. -y × u -yu ആണ്. -y × v +yv ആണ്. കാരണം ഈ രണ്ട് നെഗറ്റീവ് വരുമ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ മെഷർ ഓഫ് ആംഗിൾ ക്യൂ ഓഫ് ട്രയാംഗിൾ PQR? ഓക്കെ, ആംഗിൾ ക്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ രണ്ട് ട്രയാംഗിൾസിനും സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് രണ്ടും കോൺഗ്രന്റ് ട്രയാംഗിൾസ് ആണ്. 5 4 6 5 4 6 സൈഡ്സ് ഈക്വൽ ആണ്. സോ SSS കോൺഗ്രൻസ് റൂൾ ഉപയോഗിച്ചിട്ട് രണ്ടും
ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, കോൺഗ്രന്റ് ട്രയാങ്കിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവണം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ 78 ഡിഗ്രിയാണ് തന്നത്. 78 ഡിഗ്രി തന്നാലുള്ള ആൻസർ ഓപ്ഷനുകളില്ല ഇല്ല. അപ്പോൾ അത് ഇൻ കേസ് 70 ഡിഗ്രി ആയിരുന്നെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങനെ നോക്കാം. ഓക്കെ, ഇത് 70 ഡിഗ്രി ആയിരുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിൾ എത്രയായിരിക്കും? ഒന്ന് 60 ആണ്, ഒന്ന് 70 ആണ്. 60 + 70 130 ആയി. അപ്പോൾ ഇനി 180 ആവാൻ എത്രയും കൂടി വരണം? 15 കൂടി വരണം. സോ ഈ ആംഗിൾ എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 50 ഡിഗ്രി. നിങ്ങൾക്കറിയാലോ ഇതേ ആംഗിൾസ് ആണ് ഇവിടെയും വരിക, കാരണം രണ്ടും ഈക്വൽ ട്രയാങ്കിൾസാണ്. അപ്പോൾ ഇവിടെ 4 എന്ന് പറയുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയുള്ള 4ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, ഇതാണ് 4ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അത് എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെയുള്ള 5ൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് 60 ആണെങ്കിൽ ഇവിടെയുള്ള 5ൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് എത്രയായിരിക്കും? 60 ആയിരിക്കും. ഇവിടെ 4ൻ്റെ ഓപ്പോസിറ്റ് ഞാൻ 6ൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് 70 ആണെങ്കിൽ ഇവിടുത്തെ 6ൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് എന്തായിരിക്കും? 70 ആയിരിക്കും. കാരണം 50യും 60യും 70 ആഡ് ചെയ്യുമ്പോഴാണ് 180 കിട്ടുക. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ആര് മാത്രമാണ്? ആംഗിൾ ക്യൂ മാത്രമാണ്. അപ്പോൾ ആംഗിൾ ക്യൂവിൻ്റെ വാല്യൂ എന്താ? 50 ഡിഗ്രി. നമ്മളെല്ലാവരുടെ വാല്യൂ കണ്ടുപിടിച്ചത് ഇതിൽ ആര് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ആംഗിൾസിൻ്റെ വാല്യൂം കണ്ടുപിടിച്ചിട്ടുള്ളത്. റെഡി അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ഇന്നർ ആംഗിൾസ് വിച്ച് ഈസ് ദ പോളിഗൺ. നമുക്കറിയാം ഏതൊരു പോളിഗണിൻ്റെയും ഔട്ടർ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിക? 360 ഡിഗ്രിയാ അല്ലേ? 360 ഡിഗ്രി. ഏതൊരു ആംഗിളിൻ്റെയും ഏതൊരു പോളിഗണിൻ്റെയും ഔട്ടർ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മും ഇന്നർ ആംഗിൾസിൻ്റെ സമ്മും ഈക്വൽ ആയിട്ട് വരുന്ന ആൾക്കാർ ആരാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ക്വാഡ്രിലാറ്ററൽസിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ സം എന്ന് പറഞ്ഞാൽ 4 സൈഡ്സ് ഉള്ള പോളിഗൺ ആണ് ക്വാഡ്രിലാറ്ററൽസ്. അവരുടെ ഇന്നർ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 360 തന്നെയാണ്. അപ്പോൾ അവരുടെ ഇന്നർ ആംഗിൾസിൻ്റെ സം ആയിക്കോട്ടെ ഔട്ടർ ആംഗിൾസിൻ്റെ സം ആയിക്കോട്ടെ രണ്ടും എന്താണ്? 360 ഡിഗ്രിയാണ്. ഇനി ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സം 180 ഉള്ളൂ. ഓക്കെ, പെൻറ്റഗണും ഹെക്സഗണും ആണെങ്കിൽ വാല്യൂസ് കൂടി വരെ ചെയ്യാം. റെഡി അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, 2 angles of a triangle are 35 degree and 65 degree. What is the measure of third angle? ഇത് നിങ്ങൾ ചെയ്താൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഹോംവർക്കാണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. കാരണം ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ് നമുക്കറിയാം. 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. തേർഡ് ആംഗിൾ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവരും കിട്ടിയ ആൻസർ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? എല്ലാവരും പറയാം. ഓക്കെ, ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ പറയാം. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ, സം ഓഫ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ. സിമ്പിൾ ക്വസ്റ്റ്യൻ, തൊട്ട് മുന്നേ നമ്മൾ കണ്ടതേ ഉള്ളൂ. 360 ഡിഗ്രി അല്ല. ഏതൊരു ക്വാഡ്രിലാറ്ററലിൻ്റെയും ഇന്നർ ആംഗിൾസിൻ്റെ സം ആയിക്കോട്ടെ എക്സ്റ്റേണൽ ആംഗിൾസ് അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾസിൻ്റെ സം ആയിക്കോട്ടെ 360 ഡിഗ്രിയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും വേറെ വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഓരോ കോൺസെപ്റ്റ്സ് ഒന്ന് റിഫ്രഷ് ചെയ്ത് പോവുക. ഇതിൻ്റെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ടൈപ്പിൽ വരുന്നതും ഇതിൻ്റെ അഡ്വാൻസ് ലെവലിൽ വരുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? പരമാവധി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. തിയറിയൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, പക്ഷേ പ്രാക്ടീസ് ചെയ്തെങ്കിലേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.